ബിക്കോസ് ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ് യു ആർ സെർവിങ്. അയാളെ അല്ല നിങ്ങൾ സെർവ് ചെയ്യുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലുള്ള ബിഗ് ബോസ്, ഏത് ജോലി സ്ഥലത്തും ബിഗ് ബോസ് കർത്താവാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? എൻ്റെ MD ഉണ്ട്, എൻ്റെ പ്രൊപ്പറൈറ്റർ ഉണ്ട്, എൻ്റെ CEO ഉണ്ട് എൻ്റെ മുകളിൽ. നോ 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 നോ, ക്രൈസ്റ്റ് ഈസ് ദ ബിഗ് ബോസ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ ആയിട്ടായിരിക്കാം ഈ എപ്പിസോഡ് കാണുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു വെൽവിഷറാണ്, ടെക്സസിൽ നിന്നാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം ചെയ്ത സകല നന്മകൾക്കും ഉള്ള അതുപോലെ തന്നെ സൗഖ്യത്തിനുമായിട്ട് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഫ്രൈഡേ ലൈവ് നടക്കുന്ന സമയത്ത് ചാറ്റിൽ പ്രാർത്ഥനാ വിഷയമായി ഇട്ട 1 വർഷമായി നടക്കാത്ത വീടിൻ്റെ വിൽപ്പന നടന്നതിൻ്റെ നന്ദി സൂചകവും കൂടിയായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയും കൂടുതൽ സാക്ഷ്യങ്ങൾ ഇതുപോലെ നിങ്ങളിൽ നിന്ന് ഉരുവാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു തുടർന്നുള്ള റിപ്പോർട്ടുകൾ നോർമലാകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ വിടുതൽ അങ്ങ് കൊടുത്തതിനായി നന്ദി. മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ദൈവികമായ ആരോഗ്യവും ദൈവികമായ സംരക്ഷണം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം ദൈവികമായ സന്ദേശത്തിലേക്കും നമുക്ക് വേഗത്തിൽ കിടക്കാം. എന്നെ പേർ ചൊല്ലി വിളിച്ചതും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി, തോൽവികളും ജയങ്ങളും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി, എന്നെ പേർ ചൊല്ലി വിളിച്ചതും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി, തോൽവികളും ജയങ്ങളും എൻ നന്മയ്ക്കായി, ഞാൻ നിന്ദ്യനായി തീർന്നതും എൻ നന്മയ്ക്കായി, എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും നിൻ സാന്നിധ്യമെന്നെന്നും തുണയായി, എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും നിൻ സാന്നിധ്യമെന്നെന്നും തുണയായി, എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി. മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം, തിരഞ്ഞെടുപ്പോം അവർണ്ണനീയം, എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി,
വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പുതിയ മോർണിംഗ് ഗ്ലോറി വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 9th മൺഡേ. കർത്താവ് ഇതുവരെ നമ്മളെ നടത്തി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുമായിരുന്നു, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം സ്വീകരിച്ച് കർത്താവിൻ്റെ ഡയറക്ഷൻസ് സ്വീകരിച്ച് ജീവിതം തുടങ്ങുന്നത്, ദിവസം തുടങ്ങുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ. ദൈവവചനമാണ് നമ്മുടെ കാലുകൾക്ക് പ്രകാശം, പാതയ്ക്ക് പ്രകാശവും കാലുകൾക്ക് ദീപവും. അപ്പോൾ ഇതിൽ ഡിസിപ്ലിൻഡായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ മോർണിംഗ് ഗ്ലോറി കാണുന്നവർക്ക് ഞാൻ വിശ്വസിക്കുന്നു, കുറച്ച് നാളങ്ങ് കഴിയുമ്പോൾ ലൈഫ് അങ്ങ് ഭയങ്കര, ഞാൻ എൻ്റെ സ്പിരിറ്റിൽ കണ്ടു പറയുകയാണ്, ഒരു ബ്ലോസമിങ് പീരീഡ് പോലെ. തോട്ടത്തിൽ ചില സീസണുകളിൽ, ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സീസണുകളിൽ, ഇപ്പം നീലക്കുറിഞ്ഞ് പൂക്കുന്ന സമയത്ത് എത്ര പേരാണ് മൂന്നാറിലേക്കൊക്കെ ഓടുന്നത്. ഇതുപോലെയുള്ളൊരു സീസൺ, ഒരു ബ്ലോസമിങ് സീസൺ, ബ്ലൂമിങ് സീസൺ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഒന്നുകൂടി പറഞ്ഞോട്ടെ, കണ്ണിൽ നോക്കി പറയുകയാണ്, മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇരുന്നിരിപ്പിൽ കൈകൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞ് ദൈവത്തെ അങ്ങ് സ്തുതിച്ചോ. ഹാലലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ വർക്ക്. ജോലിയിലുള്ള വിശ്വസ്തത, പ്രവൃത്തിയിലെ വിശ്വസ്തത, നാം എന്ത് ചെയ്യുന്നു അതിലെ വിശ്വസ്തത. ഫോക്കസ് വേഴ്സ് നോക്കാം. വാട്ട് എവർ യു ഡു, വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. കൊലോസ്യൻസ് 3:23. കൊലോസ് ലേഖനം 3:23 പൗലോസ് ഇങ്ങനെ എഴുതുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെന്ന വണ്ണം ചെയ്യുവിൻ. എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ എവ്രി വർക്ക് ദാറ്റ് വി ഡു. അടുക്കള ജോലിയാകാം, ഓഫീസിലെ ജോലിയാകാം, നമ്മുടെ കൈത്തൊഴിലാകാം, എന്ത് ചെയ്താലും, ശുശ്രൂഷയാകാം, ബിസിനസ്സാകാം, എന്ത് ചെയ്താലും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനമാണ് ആ സമയത്തെ പ്രത്യേക ജോലി. അത് ആ വർക്ക് അത് പൂർണ്ണ ഹൃദയത്തോടെ, എല്ലാവരും ഒന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ. ബൈ ദ വേ, ഞാൻ പറയാൻ വിട്ടുപോയി, കമൻറ്റ് സെക്ഷനിലേക്ക് ഓടിപ്പോവുക, അവിടെ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്യുക, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ വർക്ക്. ജോലിയിലെ വിശ്വസ്തത, പ്രവൃത്തിയിലെ വിശ്വസ്തത ടൈപ്പ് ചെയ്യുക. 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. എല്ലാവരും ടൈപ്പ് ചെയ്യുക, ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യുക. വാ, കമൻറ്റ് സെക്ഷൻ അറിയാത്തവർ ലൈവ് ചാറ്റിലങ്ങ് ടൈപ്പ് ചെയ്തു, നോ പ്രോബ്ലം. കൊലോസ് ലേഖനം 3:21 കോപ്പി ചെയ്ത് നേരെ കൊണ്ടുപോയി കമൻറ്റ് സെക്ഷനിലോ ലൈവ് ചാറ്റിലോ ഒക്കെ ഇടുക. ഫേസ്ബുക്കിൽ കാണുന്നവർ അതിനകത്ത് ഇടുക. ഇൻ്റർനെറ്റൊക്കെ ദൈവത്തിൻ്റെ ദൂത് കൊണ്ട് നിറയട്ടെ. ആരെങ്കിലുമൊക്കെ ഇത് കണ്ട് രക്ഷപ്പെടട്ടെ. ദൈവജനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം പറയാം, നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് പണ്ട് കാലത്ത് നടത്തിയിരുന്ന ഒരു പരസ്യയോഗത്തേക്കാൾ, കവലപ്രസംഗത്തേക്കാൾ, ഒരു ട്രാക്ട് കൊടുക്കുന്നതിനേക്കാൾ, ക്രൂസൈഡ് നടത്തുന്നതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഒരു ഭവന സന്ദർശനം നടത്തും, ഇതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഇഫക്റ്റീവായിരിക്കും വാട്സാപ്പിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക, ഈ ദൈവവചനം ഒന്ന് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ എല്ലാം ടൈപ്പ് ചെയ്തിട്ട് ആർക്കെങ്കിലുമൊക്കെ പാസ് ചെയ്യുക. ഇത് കോപ്പി എടുത്ത്, ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലോ ഇൻസ്റ്റഗ്രാമിലോ സ്റ്റോറിയിലോ ഒക്കെ ഇട്ട് കൊടുക്കുക. ഫേസ്ബുക്കിലൂടെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്ത് പോട്ടെ, അത് റീഷെയർ ചെയ്ത് പോട്ടെ. അതിലൂടെ നമ്മൾ കുറേ പേര് കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് ചെന്നെത്തുന്നവർ, അല്ലെങ്കിൽ ഈ ജീവജല നദികൾ ഏത് നാട്ടിലെത്തുമോ അവർ ജീവിക്കും. ചലിക്കുന്ന പ്രാണികളെല്ലാം ജീവിക്കും. ഇതൊരു ശുശ്രൂഷയായിട്ട് എടുക്കണം. അല്ലാതെ എനിക്കറിയാം ചിലർ വിമർശിക്കും, ഈ മോർണിംഗ് ഗ്ലോറി, ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, ആഹാ നിനക്ക് മൊട്ടായോ. ഞങ്ങൾ വിചാരിച്ച നിനക്കെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച, പക്ഷെ നീയും, പത്രോസിനോട് ചോദിച്ചാൽ നീയും ആ കൂട്ടത്തിലുള്ളവനല്ലേ? ഒരു പെങ്കൊച്ചു ചോദിച്ചാൽ നീയും ആ കൂട്ടത്തിലുള്ളവനല്ലേ? പക്ഷെ പെട്ടെന്ന് അവൻ ഡിനേ ചെയ്തു. അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, വീഴ്ച അതായിരുന്നു. ഞാൻ അവനെ അറിയുക പോലുമില്ല. അപ്പോൾ യേശുവിൻ്റെ കാര്യങ്ങളിൽ, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളിൽ നമ്മളെ തന്നെ കണക്ട് ചെയ്ത് നിൽക്കാൻ, അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ, നമ്മളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ
കർത്താവിനത് മനസ്സിന് ഭയങ്കര വേദനയാണ്. അങ്ങനെയുള്ളവരുടെ പേര് പിതാവിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും പറയാൻ ഞാൻ നാണിക്കുമെന്ന് പറഞ്ഞു, ഞാൻ ലജ്ജിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു ഫാദർ, ഞങ്ങൾക്ക് ഈ തരുന്ന അവസരങ്ങൾക്കായി നന്ദി. ഭൂമിയിൽ അങ്ങയെ സേവിക്കാൻ, അങ്ങയെ ഒന്ന് സ്നേഹിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനൊക്കെ തരുന്ന കൃപയ്ക്കായി നന്ദി പറയും. പരിശുദ്ധാത്മാവ് ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ ഒഴുകണമേ, ഒഴുകണമേ, ഒഴുകണമേ. അനേകർ രക്ഷപ്പെടട്ടെ, അനേകർ വെളിച്ചം കാണട്ടെ, അത്ഭുത പ്രകാശത്തിലേക്ക് വരട്ടെ. ഇന്ന് കാണുന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. ആമേൻ. സമയമില്ല, വേഗത്തിൽ പായുകയാണ്. Declaration: I work faithfully in all God has entrusted to me. My labor is worship to the King. Wow. ദൈവം എന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ഞാൻ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നു. എൻ്റെ അധ്വാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജോലി, എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈസ് വർഷിപ്പ് ടു ദ കിങ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന സകലവും രാജാധിരാജാവിനുള്ള ഒരാരാധനയാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ചോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കൊടുത്തിരിക്കുന്ന ബൈബിൾ റീഡിംഗ് പ്ലാനിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. സംഖ്യാപുസ്തകത്തിൽ നിന്ന്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്, സങ്കീർത്തനങ്ങളിൽ നിന്ന്, സദൃശവാക്യങ്ങളിൽ നിന്നൊക്കെ പലതും വായിക്കാനുണ്ട്. അതൊക്കെ വായിക്കുക. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ടിക്ക് ചെയ്യുക. വളരെ വേഗത്തിൽ 4 കാര്യങ്ങൾ. റെഡിയാണോ? നിങ്ങളുടെ പേജ് 4ആക്കി, 4 ഡോട്ട് ഇടുക. 4 ഡോട്ടല്ല, 4ആക്കി അതിനെ 3 ഡോട്ട് ഇട്ടാൽ 4 ആവും. എന്നിട്ട് അതിനനുസരിച്ച് എഴുതി പോവുക. നമ്പർ 1, വർക്ക് ഈസ് വർഷിപ്പ് വെൻ ഡൺ ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പ്രവൃത്തി ആരാധനയാണ്. വർക്ക് ഈസ് വർഷിപ്പ് സാധാരണ രീതിയിൽ പറഞ്ഞാൽ അത് ശരിയല്ല. ഒരാൾ പോയി 16 മണിക്കൂർ ജോലി ചെയ്ത് ഞാൻ ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുന്ന അർത്ഥത്തിൽ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഡൺ ഫോർ ദ ലോർഡ്, ഇറ്റ് ഈസ് വർഷിപ്പ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദേവദാസൻ, എനിക്ക് തോന്നുന്നു ആർ സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു ദേവദാസൻ, ബ്ലെസ്സിങ് യൂത്ത് മിഷൻ, ദർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഏതൊക്കെ എഴുതിയ ഒരു ദേവദാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞതാണ്, യേശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ സറാഫുകൾ ദൈവത്തെ രാപ്പകൽ ഹോലി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ രാപകൽ ആരാധിക്കുന്ന രംഗമുണ്ട്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം വർഷിപ്പ് ഈസ് വർക്ക്. അതാണ് അവരുടെ ജോലി, ആരാധനയാണ് അവരുടെ. വർക്ക് ഈസ് വർഷിപ്പ് നമ്മൾ സാധാരണ എല്ലായിടത്തും പറയുന്ന, എല്ലാ സർക്കിൾസിലും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കറക്റ്റാണ്. ഇഫ് ഇറ്റ് ഈസ് ഡൺ പ്രോപ്പർലി വിത്ത് ദ റൈറ്റ് ഇൻറ്റൻഷൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെഴുതുന്നത്, ഈ കൊലോസ് ലേഖനം എഴുതുന്നത് പാസ്റ്റേഴ്സിന് വേണ്ടി എഴുതിയ ഇടയലേഖനമല്ല, വിശ്വാസികൾക്ക് വേണ്ടി, സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. സാധാരണ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിൽ അന്നത്തെ കാലത്തുള്ള ജോലിക്കാർ, അതിൽ സ്ലേവ്സ് ഉണ്ട്. അന്ന് അടിമത്വം നിലവിലിരിക്കുന്ന കാലമായതുകൊണ്ട് ജോലി എന്ന് പറയുന്ന പലരുടെയും അടിമവേലയാണ്, അടിമകളാണ് പലരുടെയും. അവരെ വിലക്ക് വാങ്ങിയിരിക്കുക. പിന്നെ അല്ലാതെയുള്ള പ്രൊഫഷണൽസ് കാണും, കുടുംബങ്ങൾ കാണും, ഇവർക്കൊക്കെയാണ് എഴുതിയത്. അപ്പോൾ അവിടെ പറയുന്നത് വാട്ട് എവർ യു ഡു, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണെങ്കിലും, വെറെവർ യു ആർ പ്ലേസ്ഡ്, വാട്ട് എവർ യു ഡു ഇൻ ദാറ്റ് പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് വർഷിപ്പ് if it is done with the whole heart as to the Lord. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിൻ്റെ കണ്ണിൽ സീക്രട്ട് സെക്യുലാർ എന്നുള്ളൊരു കാറ്റഗറി ഇല്ല. നമ്മളാണത് തിരിക്കുന്നത്. മനുഷ്യൻ്റെ ചില ഫിലോസഫിയാണ് സീക്രട്ട് വേറെ, സെക്യുലാർ വേറെ, ആത്മീയം വേറെ, ഭൗതികം വേറെ തിരിക്കുന്നത്. ദൈവസന്നിധി രണ്ടും ഒരുമിച്ച് കിടക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡാണ്. ദൈവത്തിന് ഒത്തിരി കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഇല്ല. അതുകൊണ്ടാണ് മുൻപേ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതോടുകൂടി ഭൗതികമായതെല്ലാം കിട്ടും. അപ്പോൾ ആദ്യം പോകേണ്ടത് ആദ്യം പോട്ടെ. പ്രയോറിറ്റി ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ ഭൗതികമായതിൻ്റെ പുറകെ വന്നോളും. ഓക്കെ, അപ്പോൾ കൊലോസ്യ ലേഖനം 3:24 നമ്മൾ കാണുന്നത്, ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ് യു ആർ സെർവിങ്. കർത്താവായ ക്രിസ്തുവിനെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ആരോടാ പറയുന്നത്? ജോലിക്കാരോട്. അപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിയിലല്ല, അവർ സുവിശേഷ വേല അല്ല ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ അടിമപ്പണിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിയായിരിക്കാം.
പക്ഷേ അവരെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ് യു ആർ സെർവിങ്. ഇതൊരു ഭയങ്കര പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരുന്ന ഒന്നാണ്. എൻ്റെ കണ്ണ് തുറന്നൊരു സംഭവമാണത്. എനിക്കിത് എൻ്റെ ഉള്ളിലേക്ക് ബൾബ് പോലെ കത്തിയത് എപ്പോഴാണെന്ന് അറിയാം. കൊലോസി ലേഖനം പഠിപ്പിച്ചൊരു വർഷമുണ്ട്. കുറേ അധികം ആഴ്ചകൾ കൊലോസി ലേഖനത്തിൽ നിന്നും എടുത്തിങ്ങനെ പഠിപ്പിച്ചതിൽ ക്രൈസ്റ്റ് ഈസ് അവർ ബിഗ് ബോസ് എന്ന ടൈറ്റിൽ ഞാനൊരു മെസ്സേജ് കൊടുത്തു. അന്നാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ദിവസത്തിലിരിക്കുമ്പോഴാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായത്. ഈ ലോകത്തിൽ പ്ലംബറായിരിക്കാം, മെയ്സനായിരിക്കാം, കാർപ്പൻ്ററായിരിക്കാം, ടൈൽ വിരിക്കുന്ന ജോലിയായിരിക്കാം, തയ്യൽ ജോലിയായിരിക്കാം, നേഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, പിന്നെ മുകളിലോട്ടുള്ള എന്തും ആയിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവരും ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ് യു ആർ സെർവിങ്. എല്ലാവരെയും ഫുൾ ടൈം മിനിസ്ട്രിക്ക് കർത്താവ് വിളിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരൊക്കെ പോക്കാണെന്നാണ്. നോ, അവരുടെ കോൾ അനുസരിച്ചുള്ള ജോലി അവർ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. ഇവിടെ പറയുന്നത് ഈ ചിലപ്പോൾ നിങ്ങളുടെ മാനേജേഴ്സ്, പറഞ്ഞിരിക്കുന്ന ഭാഷ ഇതാണ് വചനത്തിൽ, നിങ്ങളുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി, ഇവിടെ സ്ലേവ്സ് ആണെങ്കിൽ അവരുടെ ഓണർ എന്നാണ് പറയുന്നത്, അവരുടെ ഉടമസ്ഥനാണ്. കാരണം ഉടമസ്ഥൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ സ്ലേവ്. അപ്പസ്തോലൻ എഴുതുന്ന ഇതാണ്, മൂർഖന്മാർക്ക് കൂടെ നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. മൂർഖന്മാർ എന്ന് പറഞ്ഞാൽ വിഷം തൊപ്പുന്ന, ഭയങ്കര ദേഷ്യവും, എല്ലാ ജോലിക്കാരെയും വഴക്ക് പറയുകയോ തല്ലുകയോ ഒടിക്കുകയോ ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് പോലും നിങ്ങൾ കീഴ്പ്പെട്ടിരിപ്പിൻ. ബിക്കോസ് ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ് യു ആർ സെർവിങ്. അയാളെ അല്ല നിങ്ങൾ സെർവ് ചെയ്യുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലുള്ള ബിഗ് ബോസ്, ഏത് ജോലി സ്ഥലത്തും ബിഗ് ബോസ് കർത്താവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എൻ്റെ MD ഉണ്ട്, എൻ്റെ പ്രൊപ്പറൈറ്ററുണ്ട്, എൻ്റെ CEO ഉണ്ട് എൻ്റെ മുകളിൽ. നോ 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 നോ, ക്രൈസ്റ്റ് ഈസ് ദ ബിഗ് ബോസ്. പറഞ്ഞേ, അതൊന്ന് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത്, ക്രൈസ്റ്റ് ഈസ് മൈ ബിഗ് ബോസ്. ഭയങ്കരമായിട്ട് അടിക്കും, പറ്റുവാണെങ്കിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കും. ക്രൈസ്റ്റ് ഈസ് മൈ ബിഗ് ബോസ്. അപ്പോൾ നമ്മുടെ ബിഗ് ബി ആരാ? ക്രൈസ്റ്റ്. റോമാലേഖനം 12:1, ഓഫ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. നിങ്ങളുടെ ശരീരങ്ങളെ, അതുകൊണ്ടാണല്ലോ ജോലി ചെയ്യുന്നത്, ജീവനുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത പ്രോവർബ്സ് 16:3, സദൃശവാക്യങ്ങൾ 16:3, കമ്മിറ്റ് യുവർ വർക്ക് ടു ദ ലോർഡ്. നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ പ്രവൃത്തി കർത്താവിനെ സമർപ്പിപ്പിൻ. ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ജോലിക്ക് പോകുന്നു വരുന്നു എന്നിരിക്കട്ടെ, ഒരു സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പോയി വരുന്നു. ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, ഒരു ദിവസം പ്രാർത്ഥിക്കാതെ പോകും, വ്യത്യാസം അറിയാം. നന്നായി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ടീച്ചർ, ഒരു ഡോക്ടർ, ഒരു നഴ്സ്, ഒരു എൻജിനീയർ, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ജോലി, ഒരു സെയിൽസ് ഗേൾ ആയിരിക്കും, സെയിൽസ് ബോയ് എന്നല്ലേ പറയാം, എന്താണെന്ന് വെച്ചാൽ അത് സെയിൽസ്മാനോ എന്താണെന്ന് വെച്ചാൽ പോലീസ്മാൻ, വടവ്. പ്രാർത്ഥിച്ചിട്ടൊരു ദിവസം ജോലിക്ക് പോകും, പ്രാർത്ഥിക്കാതെ ജോലിക്ക് പോകും. അന്ന് ഡിഫറൻസ് ഉള്ളത് എന്നോട് പറ. വെൻ മോട്ടീവ് ചേഞ്ചസ്, മീനിങ് ചേഞ്ചസ്. നമ്മുടെ ഉദ്ദേശം മാറുമ്പോൾ അതോടെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം, ഹൃദയത്തിൻ്റെ ഉദ്ദേശം മാറുമ്പോൾ അർത്ഥം മാറും, വ്യത്യസ്തതയോടെ വർക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ പോളിസി ഇതാണ്, ഒരു ദൈവ പൈതൽ, കർത്താവിൻ്റെ കുഞ്ഞ്, വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായ ഒരു വ്യക്തി ഒരു ഓഫീസിൽ, ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ ആ വ്യക്തി നിമിത്തം ആ കമ്പനി, സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ വ്യത്യാസം അവർക്ക് മനസ്സിലാകും. ശരിയായ രീതിയിൽ ക്രിസ്തുവിനെ സേവിക്കുന്ന രീതിയിലാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവരുടെ ബുക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന ആൾ ജോയിൻ ചെയ്ത ശേഷം ടേൺ ഓവർ മാറി, കസ്റ്റമേഴ്സ് കൂടി, അവർക്കറിയാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പലർക്കും സാക്ഷ്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ഈ കമൻറ്റ് സെക്ഷനിൽ ഇടണം. എന്താണ് അനുഭവം ഉണ്ടായത്? നിങ്ങൾ ജോയിൻ ചെയ്ത ശേഷം ആ കമ്പനിയിലുള്ള വ്യത്യാസം എന്താണ്? ചിലപ്പോൾ ഇനി ചില സമയത്ത് ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ശരിക്കും ആ കമ്പനിയിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു വഴി, ഒരു റെസിഗ്നേഷൻ ഇടുക. മാനേജ്മെൻറ്റ് വിളിച്ചിട്ട് പോകരുത്, ഹൈക്ക് തരാം, സാലറി മാറ്റാം, TA തരാം, DA തരാം, HRA തരാം, പാക്കേജ് മൊത്തം റിവൈസ് ചെയ്യാം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു. അതേസമയത്ത് നിങ്ങൾ ചെന്നിട്ട് റെസിഗ്നേഷൻ കൊടുക്കുന്ന സമയത്ത് ഓക്കെ ശരി പൊക്കോ,
ബൈ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ലെന്നാണ് അർത്ഥം. ഇതിനിടയിലുള്ള കളികളും കാര്യം അതിനെക്കുറിച്ചല്ല പറയുന്നത്. പാര വെക്കുന്നവരൊക്കെ കാണും. പക്ഷേ റൈറ്റ്ലി സ്പീക്കിംഗ് ഇങ്ങനെയാണ്. ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഏതൊക്കെയോ പുസ്തകങ്ങളിൽ ഇതിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പള്ളി പണിയുന്ന സമയത്ത് കുറേ പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റ് പള്ളി പണിയുക. അപ്പോൾ ഒരാൾ ചെന്ന് ഓരോരുത്തർ എന്താ ചെയ്യുന്നത്? ഞാൻ കൽപ്പണി ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ മരപ്പണി ചെയ്യുന്നു. എന്താ ചെയ്ത്? കണ്ടുകൂടെ? ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദേവാലയം പണിയുക. സാധാരണ ഒരു വർക്കറാണ്. അയാൾ ചെയ്യുന്ന ജോലിയല്ല പറഞ്ഞത്. ഞാനൊരു ദേവാലയമാണ് പണിയുന്നത്. 6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഡെഡിക്കേഷൻ നടക്കുക, നിങ്ങളും വരണം എന്ന് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരണം. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടുപേരുടെ കാഴ്ചപ്പാട് മനസ്സിലായി. മറ്റേ ആൾ ഉപജീവനത്തിന് വേണ്ടി ജീവിക്കണ്ടേ, ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ മറ്റേ ആളുടെ അകത്തിരിക്കുന്ന പിക്ചർ എന്താണ്? ഐ എം ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഫോർ ദ ലോർഡ്. ഈ വ്യത്യാസം ഉണ്ടാകണം. നമ്പർ 2, ഫെയ്ത്ത്ഫുൾനെസ് ഈസ് പ്രൂവൺ ഇൻ ദ ഓർഡിനറി. സാധാരണ കാര്യങ്ങളിലാണ് വിശ്വസ്തത തെളിയിക്കപ്പെടുന്നത്. എഴുതി വെക്കുക, അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിടുക. സോ ഗോഡ് ഇവാലുവേറ്റ്സ് കൺസിസ്റ്റൻസി മോർ ദാൻ വിസിബിലിറ്റി. എല്ലാവരും കാണുന്ന കുറേ പ്രദർശനത്തെക്കാൾ വളരെ ആരും കാണാത്തപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വളരെ സ്ഥിരതയോടെ നന്നായി ചെയ്യുന്നതാണ് ദൈവം നോക്കുന്നത്. ലൂക്ക് 16:10, ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ, ഫെയ്ത്ത്ഫുൾ ഇൻ മച്ച്. അത്യല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിലും വിശ്വസ്തൻ. 1 Corinthians 4:2, 1 Corinthians 4:2, it is required that those who have been given a trust must prove faithful. Stewards, ഗൃഹ വിചാരകന്മാരിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. Proverbs 27:18, സദൃശവാക്യങ്ങൾ 27:18, the one who guards a fig tree will eat its fruit. അത്തിവൃക്ഷം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്നവൻ അതിൻ്റെ ഫലം തിന്നും. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ വിശ്വസ്തതയാണ് ദൈവം നമ്മെ, അതായത് ഓർഡിനറി ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്ത കാണിക്കാൻ പറ്റണം. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് നോട്ട് ഡ്രമാറ്റിക്, ഇറ്റ് ഈസ് ഡെയിലി. ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ വിശ്വസ്തത എന്ന് പറയുന്നത് നാടകീയമായ രീതിയിൽ എന്തെങ്കിലും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിലല്ല. ചെറിയ കാര്യങ്ങളിൽ പോലും ഓഫീസിലിരിക്കുമ്പോൾ ചെയ്യുന്നത്, ഫയൽ അല്ലെങ്കിൽ എന്താണോ അത് വളരെ പ്രിസിഷനോടുകൂടെ വിശ്വസ്തയോടുകൂടി ചെയ്യുക, ആത്മാർത്ഥതയോട് ചെയ്യുക. അപ്പോൾ അതിൽ എന്തൊക്കെ പെട്ടെന്ന് ഞാൻ പറയാം. കൊച്ചു കൊച്ചു സാധാരണ കാര്യങ്ങൾ. 1, അറൈവിങ് ഓൺ ടൈം, ജോലി ചെയ്യാൻ കൃത്യസമയത്ത് എത്തിച്ചേരുന്നുണ്ടോ. 2, ഫിനിഷിങ് അസൈൻമെൻറ്റ്സ്, കൃത്യസമയത്ത് കിട്ടുന്ന അസൈൻമെൻറ്റ്സ്, ചെയ്യേണ്ട ജോലി അസൈൻമെൻറ്റ്സ് തീർക്കുന്നുണ്ടോ. കീപ്പിംഗ് പ്രോമിസസ്, ഒരാളോട്, മാനേജറോട് അല്ലെങ്കിൽ സഹപ്രവർത്തകനോട് ഒരു വാക്ക് പറഞ്ഞു ഇതിനുള്ളിൽ ഡെലിവറി ചെയ്തേക്കാം, അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടോ. മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ്, കൂടാതെ നിലവാരം സൂക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ എ ക്ലോക്ക് മൂവ്സ് ഫോർവേഡ് നോട്ട് ബിക്കോസ് ഓഫ് ഡ്രമാറ്റിക് ജംപ്സ് ബട്ട് ബിക്കോസ് ഓഫ് സ്റ്റഡി അൺസീൻ ടിക്സ്. ഒരു ക്ലോക്ക്, അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലോക്ക് അതിൻ്റെ സൂചിയൊക്കെ ഭയങ്കരമായി കിടന്ന് കറങ്ങി ഡ്രമാറ്റിക്കായിട്ട് നാടകീയമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൂചിയൊക്കെ അങ്ങനെയാണ് ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ ഫെയ്ത്ത്ഫുള്ളായി. അതിൻ്റെ സെക്കൻഡ് സൂചിയാണെങ്കിൽ ടേക്ക് 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 ടേക്ക്, ഒരിക്കലും സ്പീഡ് കൂട്ടുന്നില്ല കുറക്കുന്നില്ല. മിനിറ്റ് സൂചി, അവറിൻ്റെ സൂചി, അത് അതിൻ്റേതായ ഒരു വ്യത്യാസവുമില്ലാതെ വിശ്വസ്തയോടെ ചെയ്യുമ്പോഴാണ് കൃത്യസമയം നമുക്ക് കാണിച്ചു തരാൻ പറ്റും. സോ പ്രോഗ്രസ് ഈസ് ബിൽറ്റ് ഓൺ സ്മോൾ കൺസിസ്റ്റൻസീസ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ പിടിച്ചു നിൽപ്പ്, സ്ഥിരതയാണ് പുരോഗതിയെ നിർണ്ണയിക്കുന്നത്. നമ്പർ 3, ഹോൾ ഹാർട്ടഡ് വർക്ക് റിലീസസ് എക്സലൻസ്. പൂർണ്ണ ഹൃദയത്തോടെ ജോലി ചെയ്യുമ്പോൾ അത് ഉത്കൃഷ്ടതയെ സ്വതന്ത്രമാക്കുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവരാൻ കഴിയും. കൊലോസിയൻസ് 3:23, കൊലോസ്യ ലേഖനം 3:23, വിത്ത് ഓൾ യുവർ ഹാർട്ട്, നമ്മൾ നേരത്തെ വായിച്ചു. ഹാഫ് ഹാർട്ടഡ് എഫേർട്ട് പ്രൊഡ്യൂസസ് ഫ്രൈജൈൽ റിസൾട്ട്സ്. കാരണം നല്ല ഹൃദയത്തോടുകൂടി ഇത് ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? വളരെ
വളരെ ഫ്രജാലായിട്ടുള്ള റിസൾട്ട്സേ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു വില്ല പണിയുന്നൊരു പ്രോജക്റ്റ് നോക്കി നടത്തിയിരുന്നൊരു മനുഷ്യൻ, എനിക്ക് തോന്നുന്നു ഒരു കുറേ വർഷങ്ങൾ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഒരു മാനേജറായിട്ട് എല്ലാം നോക്കി നടത്തുന്ന ഈ മനുഷ്യനായിരുന്നു. അവസാനം ഒരു സമയം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യണമെന്ന് തോന്നി. മുതലാളിയോട് പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്യുക. ഒത്തിരി നിർബന്ധിച്ചു, സമ്മതിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടെ മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് വിരമിക്കാം. മെറ്റീരിയലെല്ലാം സപ്ലൈ ചെയ്തു, ഇതെല്ലാം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹാർട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു തരത്തിൽ തല്ലിക്കൂട്ടി അങ്ങ് വില്ല തീർത്തു. ചാവി കൊണ്ടുപോയി മുതലാളിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ മുതലാളി പറഞ്ഞു, ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ്. തിരിച്ചു കൊടുത്തു. അപ്പോഴാണ് അയാൾ തലയിൽ കൈവച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഇത് തീർത്തിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു വില്ലയിൽ എനിക്ക് കിടക്കാമായിരുന്നു. ഇതുപോലെയുള്ള അവസ്ഥകളാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ഇനി ഹോൾ ഹാർട്ടഡ് എഫേർട്ട് പ്രൊഡ്യൂസസ് എൻഡ്യൂറിങ് ഇമ്പാക്റ്റ്. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ പ്രകടനം കാഴ്ചവെക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതെങ്കിൽ നിലനിൽക്കുന്ന സ്വാധീനം അതിലൂടെ ഉണ്ടാകും. ചില വചനങ്ങൾ കുറിക്കുക. എക്ലീസിയാസ്റ്റസ് 9:10, സഭാപ്രസംഗം 9:10, ഡു ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇത് സോളമൻ പറയുന്ന കാര്യം. ഞാനൊരു മാസം പല പ്രാവശ്യം പറയുന്നൊരു കാര്യം, സൂര്യന് കീഴിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൂർണ്ണ ശക്തിയോടെ ചെയ്യുവിൻ. സാം 37 verse number 5, സങ്കീർത്തനങ്ങൾ 37:5, കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. നിൻ്റെ വഴികളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക. ഹീബ്രൂസ് 6:10, എബ്രായ ലേഖനം 6:10, ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്, ഹി വിൽ നോട്ട് ഫോർഗെറ്റ് യുവർ വർക്ക്. നിങ്ങളുടെ പ്രവൃത്തിയെ മറന്നു കളയുവാൻ തക്കവണ്ണം അവൻ അനീതിയുള്ളവനല്ല. എന്ത് ജോലി ഈ ഭൂമിയിൽ ചെയ്താലും കർത്താവിൻ്റെ മുമ്പിൽ റെക്കോർഡുണ്ട്. എക്സലൻസ് ഈസ് നോട്ട് പെർഫെക്ഷനിസം. ഇതിലെ ഉത്കൃഷ്ടത എന്ന് പറയുന്നത് പെർഫെക്ഷനിസം മനസ്സിലായല്ലോ, എല്ലാം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിരിക്കണം, അതല്ല. ഏറ്റവും മികച്ചത് കാഴ്ചവെക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സിൻസിയറിറ്റി വിത്ത് ഫുൾ എഫേർട്ട് എന്ന് വെച്ചാൽ പരമാർത്ഥതയോടെ പ്രയത്നമിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനാണ് എക്സലൻസ് എന്ന് പറയുന്നത്, പെർഫെക്ഷനിസം അല്ല. ഒരു അത്ലീറ്റ്, ഒരു കായിക താരം വളരെ അലസമായി രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചാമ്പ്യൻഷിപ്പിലേക്കൊന്നും വരാൻ പോകുന്നില്ല. ചാമ്പ്യൻ ആകാനുള്ള ആൾ ഓടുന്ന രാവിലെ എഴുന്നേറ്റ് കൃത്യമായി ചെയ്യുന്നത് കണ്ടാൽ അറിയാം. അപ്പോൾ ഏറ്റവും പൂർണ്ണ ഹൃദയത്തോടുകൂടി നിങ്ങളൊരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ യു റിഫ്ലക്റ്റ് ഗോഡ്സ് നേച്ചർ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. കാരണം കർത്താവ് അങ്ങനെയാണ്. ഹീ നെവർ വർക്ക്സ് പാർഷ്യലി. ഫിലിപ്പ് ലേഖനം 1:6 അറിയാം. ദ വൺ ഹൂ ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ ബ്രിങ് ഇറ്റ് ടു കംപ്ലീഷൻ അൺടിൽ ദ ഡേ ഓഫ് ദ ലോർഡ്. അപ്പോൾ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തിയാക്കും. ലാസ്റ്റ് വൺ, നമ്പർ 4, ഫെയ്ത്ത്ഫുൾ വർക്ക് ഈസ് നെവർ വേസ്റ്റഡ്. വിശ്വസ്തയോടെ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും പാഴാകുകയില്ല. യു മേ നോട്ട് ഓൾവേസ് സീ റെക്കഗ്നീഷൻ. ഈ വിശ്വസ്തയോടെ ചെയ്യുന്ന എല്ലാവരേക്കും എല്ലായ്പ്പോഴും അംഗീകാരമോ മെഡലോ ട്രോഫിയോ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. ഒത്തിരി നാൾ ചിലപ്പോൾ അവഗണിക്കപ്പെടാം, അംഗീകാരമില്ലാതെ പോകാം, പക്ഷെ മടുത്തു പോകരുത്. ബട്ട് ഹെവൻ റെക്കോർഡ്സ് എവരിത്തിങ്. സന്തോഷ വാർത്ത, ഇവിടെ മാനേജർ നോക്കിയില്ലെങ്കിലും, വീട്ടുകാർ കണ്ടില്ലെങ്കിലും, അയൽക്കാർ അഭിനന്ദിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ എല്ലാറ്റിനും റെക്കോർഡുണ്ട്. അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്. വാ, ഞാൻ പറയുന്ന വചനങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുന്നുണ്ടോ? മൊത്തം നോട്ട്സ് ടൈപ്പ് ഇടണം. നമുക്കങ്ങ് ആഘോഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. ദൈവവചനത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാകണം. 1 Corinthians 15:58. കാരണം ഞാൻ ഈ വർഷം ജനുവരി 1 തുടങ്ങിയതിനേക്കാൾ ദിവസവും കൂടുതൽ വചനങ്ങളുടെ കണ്ടൻറ്റ് നൽകാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. നല്ല കൊഴുപ്പുള്ള, കഴമ്പുള്ള, മീറ്റുള്ള, ഫാറ്റുള്ള, ന്യൂട്രീഷ്യസ് ഫുഡ് എല്ലാ ദിവസവും വചനത്തിലൂടെ നമ്മൾ കഴിക്കാമെങ്കിൽ നമ്മുടെ ആത്മീയ മനുഷ്യന് ആരോഗ്യമുള്ളതായി ചില വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ യു വിൽ ബിക്കം എ സ്പിരിച്വൽ ജയൻറ്റ്. തളരാത്തൊരാത്മീയ മല്ലനായി ദൈവം നിങ്ങളെ മാറ്റും. 1 Corinthians
58 കാണുന്നു, 1:15-58, യുവർ ലേബർ ഇൻ ദ ലോർഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഗലീഷ്യൻസ് 6:9, ഗലാത്യലേഖനം 6:9, ഡു നോട്ട് ഗ്രോ വിയറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. മാത്യു 25:21, മത്തായി 25:21, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്ന കാഴ്ച കാണാം. ഞാൻ വേഗത്തിലാണ് പറഞ്ഞെങ്കിലും യൂട്യൂബിലേക്ക് കാണുന്നവർക്ക് പോസ് ചെയ്ത് എഴുതിയെടുത്തൊക്കെ പോകാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേൾക്കുക, പല പ്രാവശ്യം. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഒരാൾ 7 പ്രാവശ്യം കേൾക്കുന്നു. ഒരു സഹോദരി എന്നോട് പറഞ്ഞത്, ത്രൂ ഔട്ട് രാവിലെ മോർണിംഗ് ഗ്ലോറി കഴിഞ്ഞാൽ അതിന് ശേഷം ഫുൾ ഡേ എയർപോർട്ട്സ് വെച്ച് എന്ത് ജോലി ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും പല ആവർത്തി സൺഡേ വർഷിപ്പ് ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. ആ സഹോദരിയുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടായി. കാരണം എല്ലാം സൃഷ്ടിച്ച വചനമല്ല അകത്ത് സ്റ്റോറാകുന്നത്. സോ ഗോഡ് റിവാർഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ബിഫോർ ഹി റിവാർഡ്സ് ഫെയിം. പ്രശസ്തിയെയും പേരിനും പ്രതിഫലം നൽകുന്നതിനേക്കാൾ മുമ്പ് വിശ്വസ്തതയ്ക്കാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. പ്രാർത്ഥിച്ചോട്ടെ, കൈനീട്ട്. കർത്താവെ, വിശ്വസ്തയോടെ വേല ചെയ്യാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ഫാദർ. രോഗികളായി ഉള്ളവരൊക്കെ കൈനീട്ടുക. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കുന്ന മുറിയിൽ ഞാനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശുവിൻ്റെ കരം ഇറങ്ങി രോഗമുള്ള ഭാഗത്ത് തൊടും. അവൻ തൊട്ടാൽ സൗഖ്യമാവും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ, മിറക്കിൾസ് നടക്കട്ടെ. അസ്ഥികളിൽ സംഭവിക്കട്ടെ, ബോൺ മാരോയിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ആന്തരിക അവയവങ്ങളിലും ബാഹ്യാവയവങ്ങളിൽ അത് സംഭവിക്കട്ടെ. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ. അതുപോലെ ഈ ഫേസിൻ്റെ ഈ ഭാഗത്തിങ്ങനെ സ്പാസം പോലെ ഇങ്ങനെ വലിക്കുന്ന ഞരമ്പോ മസിലൊക്കെ ഇങ്ങനെ വലിക്കില്ലേ, അങ്ങനെയുള്ള പിടുത്തമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവ്, ജനങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും കൈനീട്ടിയിരിക്കുമ്പോൾ അവരെ ഞാൻ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് എല്ലാവരും കാക്കട്ടെ. ബൈ.